അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ US-ൻ്റെ ഒരു മോളിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടി, ഒരു 7 വയസ്സുള്ള ഒരു പെൺകുട്ടി അവളുടെ അമ്മയോട് ഒരു ഹെലികോപ്റ്റർ ചോദിക്കുന്നു. പക്ഷേ അമ്മ പറയുന്നത്, ഹെലികോപ്റ്റർ കൊണ്ടല്ല നീ കളിക്കേണ്ടത്, നീ ഡോൾ കൊണ്ടാണ് കളിക്കുന്നത്. യു ഹാവ് യുവർ ഡോൾസ്, അതുകൊണ്ട് കളിച്ചാൽ മതി. I wonder now, wistfully, if the little girl would have turned out to be a revolutionary engineer had she been given a chance to explore that helicopter. ഒരു പക്ഷേ ഇവൾ ഫ്യൂച്ചറിൽ, ഈ ചെറിയ പെൺകുട്ടി ഭാവിയിൽ ഒരു എൻജിനീയർ ആയാലോ? കാരണം എന്താണ് ഭാവിയിലാവുന്നത് എന്നറിയില്ല. അപ്പോൾ ചെറുപ്പത്തിലെ എല്ലാ കാര്യങ്ങളെപ്പറ്റി പരിചയപ്പെടുത്തുക, അതിൻ്റെ ചെറിയ ചെറിയ മെക്കാനിസങ്ങളൊക്കെ അറിയുക. ഇത് ഒരു ജെൻഡർ വ്യത്യാസമില്ലാതെ, ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. പ്ലീസ് സീ ചിസാലും ആസ് ആൻ ഇൻഡിവിജ്വൽ. ഈ ചെറിയ കുട്ടി, വിജയവേലയുടെ കുട്ടി ഒരു വ്യക്തിയാണ്. നോട്ട് ആസ് എ ഗേൾ ഹു ഷുഡ് ബി എ സർട്ടൻ വേ. സീ ഹർ വീക്ക്നെസ്സസ് ആൻഡ് ഹർ സ്ട്രെങ്സ് ഇൻ ആൻ ഇൻഡിവിജ്വൽ വേ. എല്ലാവർക്കും എല്ലാ കഴിവുണ്ടായെന്ന് വരില്ല. ചില വീക്ക്നെസ് ഉണ്ടാവും, ചില കാര്യത്തിൽ അവർ സ്മാർട്ടായിരിക്കും. അതെന്താണെന്നാണ് തിരിച്ചറിയേണ്ടത്. ഡു നോട്ട് മെഷർ ഹർ ഓൺ എ സ്കെയിൽ ഓഫ് വാട്ട് എ ഗേൾ ഷുഡ് ബി. അങ്ങനെയല്ല, ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അവൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, ആ പെൺകുട്ടിയുടെ എന്തെങ്കിലും കഴിയണം, അങ്ങനെയല്ല. മെഷർ ഹർ ഓൺ എ സ്കെയിൽ ഓഫ് ബീയിങ് ദ ബെസ്റ്റ് വെർഷൻ ഓഫ് ഹെർസെൽഫ്. അവളുടെ വ്യക്തിത്വം, അവൾ എന്താണ്, അവൾക്ക് എന്തെല്ലാം ക്യാരക്ടറുണ്ട്, അവൾക്ക് എന്തെല്ലാം അവളിൽ ഹിഡൻ ടാലൻസ് ഉണ്ട്, അവൾക്ക് എന്തെല്ലാം കഴിവുണ്ട്, അതിനെപ്പറ്റിയാണ് നീ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് എങ്ങനെ വളർത്തണം അങ്ങനെയുള്ള കാര്യത്തിലൊന്നും അല്ല നീ ശ്രദ്ധിക്കേണ്ടത്. Gender roles are so deeply conditioned in us that we will often follow them even when they chafe against our true desires, our needs, our happiness. They are very difficult to unlearn, and so it is important to try to make sure that Chisalum rejects them from the beginning. Instead of letting her internalize the idea of gender roles, teach her self-reliance. ഇപ്പം ചെറുപ്പത്തിൽ തന്നെ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവൾക്ക് എന്ത് റിലയൻസ്, സ്വന്തമായിട്ട് അവരവരെ പറ്റിയുള്ള ഒരു ബോധം അത് എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. ടെൽ ഹർ ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബി ഏബിൾ ടു ഡു ഫോർ ഹെർസെൽഫ് ആൻഡ് ഫെൻഡ് ഫോർ ഹെർസെൽഫ്. നമ്മളെപ്പറ്റി നമ്മൾക്കുള്ളൊരു ധാരണ, നമ്മൾക്ക് എന്തെല്ലാം ഉണ്ട്, നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം കഴിവുണ്ട്, അതെന്തൊക്കെയാണ് നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടത്, അതിനെപ്പറ്റിയാണ് ചിന്തിക്കേണ്ടത്. Teach her to try to fix physical things when they break. We are quick to assume girls can't do many things. Let her try. നമ്മൾ സാധാരണ പറയും ഇത് പെൺകുട്ടിയാണ്, പെൺകുട്ടിക്ക് അത് ചെയ്യാൻ പാടില്ല. പക്ഷേ അതൊക്കെ അങ്ങനെയല്ല, നമ്മൾ പെൺകുട്ടികൾക്കും ചെയ്യാൻ പറ്റും, ശ്രമിച്ചു നോക്കട്ടെ. ഷീ മൈ നോട്ട് ഫുള്ളി സക്സീഡ് ബട്ട് ലെറ്റ് ഹർ ട്രൈ. എല്ലാ കാര്യത്തിലും എല്ലാവരും സക്സസ് ആയിട്ട് ആവണം എന്നില്ല, വിജയിക്കണം എന്ന് അത്യാവശ്യമില്ല, പക്ഷെ ശ്രമിച്ചു നോക്കുക. ബൈ ഹർ ടോയ്സ് ലൈക്ക് ബ്ലോക്സ് ആൻഡ് ട്രെയിൻസ് ആൻഡ് ഡോൾസ് ടു ഇഫ് യു വാണ്ട് ടു. അവൾക്ക് വേണ്ടിയും നിങ്ങൾ എന്തൊക്കെ വാങ്ങണം, കളിപ്പാട്ടങ്ങളുടെ ഐറ്റംസിൽ ട്രെയിനോ കാറോ ഹെലികോപ്റ്ററോ അതുപോലെ ഡോൾസൊക്കെ വാങ്ങിക്കുന്ന കൂട്ടത്തിൽ ഇത് എല്ലാം തന്നെ വാങ്ങിച്ചു കൊണ്ടുവരിക. അപ്പം എന്താവും, അവൾക്ക് എന്താണ് ആകാൻ ആഗ്രഹമുള്ളത്, അവൾക്ക് എന്തിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത്, അതെല്ലാം നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ലെസൺ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ചിമമാൻഡ അഡിയേജി എൻഗോസിയുടെ കാര്യമാണ്. അവരൊരു നൈജീരിയനാണ്. ഷീസ് എ നൈജീരിയൻ റൈറ്റർ ഹൂസ് വർക്ക്സ് ഇൻക്ലൂഡ് നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് നോൺ ഫിക്ഷൻ. She was described as one of the most prominent authors who have succeeded in attracting a new generation of readers to African literature, particularly in her second home, the United States. ആദ്യം ആഫ്രിക്കയിലാണ് പഠിച്ച് വളർന്നതെങ്കിലും പിന്നീട് അവൾ സെക്കൻഡ് ഹോം എന്ന് വെച്ചാൽ അവൾ സെറ്റിൽ ആവാനായിട്ട് വീണ്ടും കൂടുതൽ ഹയർ സ്റ്റഡീസിനൊക്കെ പോയത് അമേരിക്കയിലാണ്. ഹർ ഫാദർ വാസ് എ പ്രൊഫസർ ആൻഡ് ഹർ മദർ വാസ് രജിസ്ട്രാർ ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് നൈജീരിയ. നമ്മൾ പറഞ്ഞു അവളുടെ അച്ഛന് ഒരു പ്രൊഫസറാണ്, അമ്മ യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാറുമാണ്. ഷി വാസ് എഡ്യൂക്കേറ്റഡ് ബോത്ത് ഇൻ നൈജീരിയ ആൻഡ് ദ USA. നൈജീരിയയിലും പഠിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ US-ൽ അമേരിക്കയിലും അവളുടെ വിദ്യാഭ്യാസം തുടർന്നു. അപ്പം അടിച്ചേയി ഒരു കത്ത് എഴുതുകയാണ്. ചീമമണ്ട അടിച്ചേയി എൻഗോസിസ് ബുക്ക് ഡിയർ ഇജിയവെലെ ഓർ എ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ ഇൻ 15 suggestions
sums up how to go about fulfilling the task of raising a feminist child. എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ ഫെമിനിസ്റ്റായിട്ട് വളർത്തിക്കൊണ്ടുവരേണ്ടത്, അങ്ങനെ ഒരു കത്താണ് നമ്മൾ പഠിക്കുന്നത്. ഷീ ഈസ് റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഹർ ഫ്രണ്ട് ഹൂസ് ഡോട്ടേഴ്സ് നെയിം ഈസ് ചിസാലും അഡോറ. ഇവളി കത്തെഴുതുന്നത് അവളുടെ ഫ്രണ്ടിനാണ് ആ കത്തെഴുതുന്നത്. ഫ്രണ്ടിൻ്റെ കുട്ടിയാണ് ചിസാലും അഡോറ. She begins the book by explaining how a few years ago Ijiyavale, a good friend of hers, asked her how to raise her baby girl as a feminist. നേരത്തെ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഒരു ബേബി ഗേളിനെ ഫെമിനിസ്റ്റായിട്ട് വളർത്തിക്കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇവിടെ കത്ത് തുടങ്ങുന്നത്, ഡിയർ ഇജിയവലെ, ഐ ഹാപ്പി ടു നോ ദാറ്റ് ദ നെയിം ഓഫ് യുവർ ചൈൽഡ് ഈസ് ചിസാലും അഡോറ. ഇറ്റ്സ് എ ലവ്ലി നെയിം. ഷീ ഈസ് ഓൺലി എ വീക്ക് ഓൾഡ് ബട്ട് ഷീ ലുക്സ് ആസ് ഇഫ് ഷീ ഈസ് ആൾറെഡി ക്യൂരിയസ് അബൌട്ട് ദ വേൾഡ്. ചെറിയ കുട്ടിയാണ്, അപ്പോൾ ലോകത്തിനെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു ആകാംക്ഷ കുട്ടിക്ക് ഉണ്ടാവും. യുവർ ലെറ്റർ മെയ്ഡ് മീ ക്രൈ. ഐ സംടൈംസ് ബിക്കം ഫുളിഷ്ലി ഇമോഷണൽ. യു ഹാവ് ആസ്ക്ഡ് മീ ഹൗ ടു റേസ് യുവർ ചൈൽഡ് ആസ് എ ഫെമിനിസ്റ്റ്. ഈ കഥിൻ്റെ കത്ത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ വന്നു. കാരണം ഞാനൊരു ഇമോഷണൽ ടൈപ്പാണ്, ഒരു വികാര ഭരിതയാണ്. അപ്പോൾ എനിക്ക് വിഷമം തോന്നി. പക്ഷേ ഐ തിങ്ക് ഫെമിനിസം ഈസ് ആൾവേസ് കോണ്ടെക്സ്റ്റ്. ഐ ഡോണ്ട് ഹാവ് എ ഡിഫിനിറ്റ് റൂൾ. ഇപ്പോൾ നീ പറഞ്ഞ് ഫെമിനിസ്റ്റായിട്ട് എങ്ങനെയാണ് മോളെ വളർത്തേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ അതിനൊരു റൂളൊന്നും ഇങ്ങനെ റെഗുലേഷനൊന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ ഐ വിൽ ഷെയർ ദം വിത്ത് യു. കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, അത് ഞാൻ നിനക്ക് ഷെയർ ചെയ്ത് തരാം, നിന്നോട് പങ്കുവയ്ക്കാം. ഫസ്റ്റ് ടൂളിൽ ഐ മാറ്റർ ഈക്വലി വിതൗട്ട് എനി കണ്ടീഷൻ ആഡഡ് ടു ഇറ്റ്. ദ സെക്കൻഡ് ടൂൾ ഈസ് എ ക്വസ്റ്റ്യൻ, ക്യാൻ യു റിവേഴ്സ് എക്സ് ആൻഡ് ഗെറ്റ് ദ സെയിം റിസൾട്ട്. അപ്പോൾ ആദ്യത്തെ ടൂള് 2-3 സജഷൻ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ സജഷനാണ് ഐ മാറ്റർ ഈക്വലി എന്നുള്ള ഒരു വാഗ്ദാനം. ഈ വാഗ്ദാനത്തിന് ഒരു വ്യവസ്ഥ പാടില്ല. രണ്ടാമത്തെ ടൂളാണ് എക്സ് തിരിച്ചിട്ടാൽ അതേ ഫലം തന്നെ കിട്ടുമോ, നമ്മൾ ക്രോസ് ആയിട്ടുള്ളത്. അപ്പം നോ എന്നുള്ള കാര്യം ഒന്നിനകത്തും പാടില്ല. എല്ലാ കാര്യത്തിലും എന്തായിരിക്കും, എല്ലാ കാര്യവും ഈക്വലായിട്ട് ചെയ്യുക. പിന്നെ അടുത്തത് അവളുടെ ഹസ്ബൻഡും അവളും തമ്മിലുള്ള ജീവിതത്തിൽ അവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല ഇവിടെ വേണ്ടത്. രണ്ടുപേരും ഈക്വലായിട്ടും കുട്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. The first suggestion is a warning to mothers not to identify too strongly with the role of motherhood. Motherhood can be a beautiful thing and it is a legitimate choice for feminist women to make. However, there is a tendency for women to get so involved in the role of the mother that they forget everything else. മദർഹുഡ് എന്നുള്ള ഒരു നല്ല കാര്യം തന്നെയാണ് മാതൃത്വം. അത് ഒരു ബഹുമാനിക്കപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, മദർഹുഡ് എന്നുള്ള കാര്യം ഉണ്ടെങ്കിലും മാതൃത്വം ഉണ്ടെങ്കിലും സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങളെ മറന്നു പോകരുത്. പക്ഷേ പല സ്ത്രീകളും മാതൃത്വം എന്ന് കേൾക്കുമ്പോൾ തന്നെ മറ്റെല്ലാ കാര്യം മറന്നു പോകും. അവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും ജീവിതത്തിൽ. അമ്മമാർക്കും ജീവിതത്തിൽ പല ആഗ്രഹങ്ങളുണ്ടാവും, പല താല്പര്യങ്ങളുണ്ടാവും, പല സ്വപ്നങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ മറന്നു പോകരുത്. Show your daughter that besides raising children, you also have other interests, desires and ambitions in life. നിങ്ങളൊരു മാതൃകയാവുക, നീ ഒരു മാതൃകയാവുക മോളുടെ മുന്നിൽ. അപ്പം അമ്മമാരാണ് അവരുടെ സ്വപ്നങ്ങൾ, അമ്മമാരുടെ ആഗ്രഹങ്ങൾ അമ്മമാരത് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അമ്മ മാത്രം ആ റോള് മാത്രം ചെയ്താൽ പോരാ. ഒരു നല്ലൊരു സ്ത്രീയായിട്ട്, ഒരു പരിശ്രമിയായ സ്ത്രീയായിട്ട് മക്കളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക. അപ്പം സ്വന്തമായിട്ട് ഒരു ജീവിതം അത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുട്ടികളെ വളർത്തുമ്പം എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ മറ്റു താല്പര്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അതും ഫുൾഫിൽ ചെയ്ത് അതുമൊക്കെ അതിനെപ്പറ്റിയും ചിന്തിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. Then don't be afraid of failures. You may not know everything. Read books, look up things in the internet, ask older parents or just learn by trial and error. അപ്പം നമ്മൾക്ക് എല്ലാ കാര്യമൊന്നും അറിയില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബുക്ക് വായിക്കുക. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇൻ്റർനെറ്റിൽ പല കാര്യങ്ങളും അന്വേഷിക്കാൻ സാധിക്കും. പിന്നെ നമ്മളുടെ വീട്ടിലുള്ള പ്രായമായിട്ടുള്ള ആൾക്കാരോട് നമ്മൾ എന്തൊക്കെയാണ് ശരി എന്തൊക്കെയാണ് തെറ്റ് എന്നൊക്കെ ചോദിച്ച്
മനസ്സിലാക്കാം. പിന്നെ നമ്മൾ അവസാനം പറഞ്ഞു, ഇപ്പം ഒരു സ്ത്രീയും പുരുഷനും രണ്ടുപേരും കുട്ടികളെ ഒരേപോലെ ശ്രദ്ധിക്കുക. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ചെയ്യാൻ നോക്കുന്ന, കുട്ടികൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുക. കുട്ടികൾക്ക് പാൽ കൊടുക്കുന്ന അമ്മമാരാണ്. ആ ഒരു കാര്യം മാത്രമേ അച്ഛന്മാരിൽ നിന്ന് അമ്മമാർക്ക് വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതെല്ലാം അച്ഛനും ചെയ്യാൻ പറ്റും. Adichai says it is important to reject the language of help. In other words, you should never refer to the father as a helper or babysitter. അപ്പോൾ നമ്മൾ അച്ഛനോടൊരു ഹെൽപ്പല്ല ചോദിക്കേണ്ടത്, അച്ഛൻ്റെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടെ കാണിക്കേണ്ടത്. അത് എല്ലാ അച്ഛനും അമ്മയും ഒരുപോലെ തന്നെ ചെയ്യണം. When the father looks after his child, he is just doing his job as a father, and so he should not be given any special praise. അച്ഛനെ പ്രശംസിക്കേണ്ട ഒരാവശ്യമില്ല, കാരണം അച്ഛൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. So instead, Adichai asked parents to treat their daughters as individuals first and girls second, as she says. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇടയ്ക്ക് കളിപ്പാട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഗേൾസിൻ്റെ കളിപ്പാട്ടങ്ങൾ വേറെ, ബോയ്സിൻ്റെ വേറെ, അങ്ങനെയൊന്നും പാടില്ല. അതുപോലെ ഡ്രസ്സിൻ്റെ സെക്ഷൻ, ചെറിയ കുട്ടികൾക്ക് ഡ്രസ്സ് കളർഫുള്ളാണ് ബോയ്സിന് വേണ്ടി വെക്കുന്നത്, ഗേൾസിന് വേണ്ടി കളർലെസ് ആയിട്ടുള്ളതാണ്, അധികം നിറമില്ലാത്ത ആണ് വെക്കുന്നത്. അങ്ങനെയൊന്നും പാടില്ല. അപ്പോൾ അതെല്ലാം ബോയ്സിനൊക്കെ ഒരേപോലെ ഡ്രസ് മെറ്റീരിയൽസ് വെക്കണം. അതുപോലെ കളിപ്പാട്ടങ്ങളും എല്ലാ തരം കളിപ്പാട്ടങ്ങളും ബോയ്സും ഗേൾസും ഒരുപോലെ ട്രൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ലാസ്റ്റ് നമ്മളോട് പറയുന്നത്, ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയായിട്ട് വളർത്തുക, അല്ലാതെ നീ ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് നീ ഇതൊക്കെ ചെയ്താൽ മതി, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒന്നും പറയാതെ ഒരു സമത്വത്തിലാണ് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ നോട്ട്സ് തരുന്നതാണ്. താങ്ക് യു വെരി മച്ച്.